ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദേ നമ്മുടെ റമലാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് റമലാൻ 2ന്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഒന്നിനും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, ചെറിയ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ എടുത്തു. അപ്പം അങ്ങനെ ദേ റമലാൻ 2ന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് നമ്മൾ കുറച്ച് നെയ്ച്ചോറാട്ടോ വെക്കുന്നത്. ഇന്നലെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മളിതേ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കറിയും ആ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അരി എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പ് ഇട്ടാൽ ഞങ്ങൾ സ്ഥിരം ചോറ് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കപ്പിൽ നമ്മൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അരി ഒന്ന് കുതിർത്താനാക്കിയിട്ട് വെക്കണം. കുറച്ചധികം നേരം അരി കുതിർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ദേ നമ്മൾ അരി ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം വേണം കേട്ടോ കുതിർത്താൻ. പിന്നീട് കുതിർത്തിയതിന് ശേഷം കഴുകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ പൊടിഞ്ഞു പോകും. അപ്പം അങ്ങനെ അതേ നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ടൈപ്പ് കൈമ റൈസ് ആട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു 4 പ്രാവശ്യമൊക്കെ നമ്മൾ കുതിർത്തി പിന്നെ അതേ അതിൽ കുറേ അത്യാവശ്യം വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കുതിർത്താനായിട്ട് വെച്ചു. എൻ്റെ ഇവിടുത്തെ ആ ഒരു കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 4 മണി 4:30 ആകുമ്പോൾ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടാ. അപ്പം അത് എന്തെങ്കിലും ഒരു പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആമി ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. അപ്പം ഈ അരിയൊക്കെ കഴുകി കുടന്ന് വെക്കാനിടല്ല, അപ്പോഴത്തേക്കും അതിൽ കൈയിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിന്ന് കൈ എടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തി. കുറേ നേരം പറഞ്ഞിട്ടും ആള് കേട്ടില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാന്നാട്ടാ പറയണത്. എന്നെ ഹെൽപ്പ് ചെയ്യണത് എന്താ, ഈ ഒരു പാത്രത്തിൽ കാഷ്യൂനട്ടും കിസ്മിസും ആക്കിയിട്ടുണ്ട്. അപ്പം അതെടുത്ത് കഴിക്കണം. ഗ്രേപ്സ് ഇതാന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ വരിക. ചെറിയൊരു അവൾക്ക് കയറാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചെയറുണ്ട്. അപ്പോൾ ആ ചെയർ ഇട്ടിട്ട് കയറിയിട്ട് ഈ ഒരു ഗ്രേപ്സ് ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ട് കഴുകും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടൊക്കെ ആട്ടാ കഴിച്ചുകൊണ്ടിരിക്കണത്. അപ്പം അത് തീരുന്നത് വരെ ഇന്ന് അതുമ്പോൾ കൊട്ടേഷൻ ഇടാനാണ് സാധ്യത കേട്ടാ. എനിക്ക് ഈ ഗ്രേപ്സ് ആണ് ഇഷ്ടം, മറ്റേ ഗ്രേപ്സ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ തള്ളൊക്കെ തള്ളിയിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ആമിള്ള കാരണം ഒരു നേരം പോക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും പണികളൊക്കെ കഴിയുന്നത് വരെ അതിങ്ങനെ പുറപുറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസാട്ടാ. അപ്പം അങ്ങനെ അതെ ഈ ഒരു ഡെപ്പ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. എനിക്ക് സ്വന്തമായിട്ട് ക്ലോസ് ചെയ്യാനറിയാം, ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ വെപ്പിച്ചു കേട്ടാ. ഇനി അടുത്ത ട്രിപ്പ് വീണ്ടും വരുന്നതാണ്, അപ്പോഴേക്കും ഞാൻ അത് അവിടെ എടുത്ത് വെപ്പിച്ചു. പിന്നെ നമ്മൾ ചോറിനായിട്ട് സവാള, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ വേഗം തന്നെ സെറ്റാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു 2 കപ്പ് അരിക്ക് നമ്മളിതേ 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ പൊരിച്ച കടി ഇന്നലെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി, അപ്പം ഇന്ന് ഉണ്ടാക്കുന്നില്ല. ഒരു 4 സമൂസ പുറത്തുനിന്ന് വാങ്ങിക്കാട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇന്ന് വാട്ടർമെലൺ ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ഉണ്ടായിരുന്നു, സിട്രസ് ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ട് കുറച്ച് ഡേറ്റ്സും കൂടെ ആക്കിയിട്ട് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതേ ആ ഒരു ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 4-5 ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ റിച്ചുമാണ്. പിന്നെ ആപ്പിളിൻ്റെ മധുരവും ഡേറ്റ്സിൻ്റെ മധുരമൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ അതേ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിനി ചോറിൻ്റെ പരിപാടിക്ക് നിൽക്കുക കേട്ടാ. നമ്മുടെ വെള്ളം വെച്ചത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ കുക്കർ വെച്ചു. നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഒരു അരിപ്പയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വെള്ളമൊക്കെ പോട്ടെ. ഇനി നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മിൽമയുടെ പശു നെയ്യാട്ടാ. ഇങ്ങനെ പശു നെയ്യിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ നെയ്യിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ മിക്ക സമയത്തും നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യിലാട്ടാ. അപ്പം അങ്ങനെ നെയ്യ് ഒഴിച്ചു ചൂടായതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അത് ഒരു ഇത്തിരി കുരുമുളക്, പെരുംജീരകം അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, അത് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടായിട്ടുണ്ട് നെയ്യ്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം പൊട്ടിക്കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പം അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സവാളയുടെ പകുതി ആട്ടാ, ഫുള്ളായിട്ടില്ല, ആകെ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ, സാധാരണ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സവാളൊക്കെ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഓവർ കരിയണ്ട കേട്ടാ.
ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള നമ്മുടെ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് കിട്ടും. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പം അരി ഏകദേശം ആ ഒരു നെയ്യിലൊക്കെ കിടന്ന് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആ ഒരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കുക്കറിൻ്റെ സൈഡിലൊക്കെ കുറേ അരി പറ്റി പിടിച്ചിരിക്കുന്നില്ല, അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു തള വരുന്നത് വരെ നമ്മളിത് തുറന്ന് വെക്കണം കേട്ടോ. ഇനി നമ്മളിപ്പോഴാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതേ നമ്മുടെ കുക്കറിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഒരു 2 വിസിൽ വരുന്നവരെയാണ്. 2ാമത്തെ വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ ഒരു എയറിൽ കിടന്നതിന് ശേഷം നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതേ കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ പോകണം. ഷെയ്ക്ക് അടിക്കുന്നത് അച്ചുമോനാട്ടോ. അപ്പോൾ ഈ ഷെയ്ക്കൊക്കെ അടിക്കാൻ അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പാലൊക്കെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആദ്യം നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് നമ്മൾ കട്ടപ്പാൽ കുറച്ച് നേരമായി പുറത്ത് വെച്ചിട്ട് അപ്പോൾ ഇത്തിരി വെള്ളമായിട്ടുണ്ട്. അത്യാവശ്യം വലിയ 2 കട്ടയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഐസിൻ്റെ കട്ടിട്ടതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബൂസ്റ്റ് പൊടിയാട്ടോ. ബൂസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേയും കൂടെ റിച്ചായി കിട്ടും. അപ്പം അങ്ങനെ അതേ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇവൻ്റെ ഒരു സമാധാനത്തിനെന്നും പറഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ബൂസ്റ്റിൻ്റെ തന്നെ ഉണ്ട്, പിന്നെ അതുമല്ല ഡേറ്റ്സിൻ്റെത് ഉണ്ട്, ആപ്പിളിൻ്റെത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരിത്തിരി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റാൾ ഭയങ്കര ഷെഫായതാട്ടാ. അപ്പം അതിലേക്ക് ഒരിത്തിരിയും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓവറൊന്നും ആയിട്ടില്ല കേട്ടോ. മധുരം ആ ഒരു കറക്റ്റായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതേ പഞ്ചസാരയും കൂടെ ഇട്ട് നമ്മളിത് അടിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ ഫസ്റ്റ് വിസിൽ വന്നു കേട്ടോ. വെള്ളവും എല്ലാം നല്ല തിളച്ചിരിക്കുന്നതല്ലേ, അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കർ ഫസ്റ്റ് വിസിൽ അടിച്ചു. അപ്പം അങ്ങനെ അതേ ഷെയ്ക്ക് അടിക്കുന്ന മാസ്റ്ററാണ്. ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഈ ഒരു ഷെയ്ക്ക് അടിക്കുമ്പോൾ തന്നെ ഭയങ്കര ജാടായിരുന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇത് അടിച്ചിട്ട് ഞാൻ പോകും, എന്നെ എടുക്കണ്ട, ഈ ഒരു മിക്സി മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ അതേ ഷെയ്ക്ക് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞു. നമ്മൾ ഓരോ പണി കഴിയുമ്പോഴും ഭയങ്കര സമാധാനം കേട്ടോ. ഇനി ബാക്കി ഇത്തിരിയും കൂടെ അല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ. അപ്പം അങ്ങനെ അതേ നമ്മുടെ ചിക്കനും കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നാൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള പണികളൊക്കെ വേഗം കഴിച്ചു വെക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ വെള്ളം കലക്കി പിന്നെ അതേ നമ്മൾ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പണിയും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അപ്പം അങ്ങനെ വെള്ളം കലക്കിയിട്ടുള്ളത് ഒരു സൈഡിൽ മധുരം ഉണ്ടാന്ന് നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആളാട്ടാ. മധുരം നോക്കി ഏകദേശമൊക്കെ ഒരു തീരുമാനമാവാനായിട്ടാ. നല്ല തണുപ്പും ഉണ്ട്. ഈ ഒരു കസ്കസും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധുരം ഉണ്ടെന്ന് പറയലൊക്കെ കഴിഞ്ഞാലും ആളിതൊന്ന് മാറുന്നില്ല കേട്ടാ. പിന്നെ ഇപ്പോൾ അതേ നോമ്പ് തുറക്കാനായപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാട്ടാ കറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ആളാണ് ടേബിളിൽ കൊണ്ടുവെക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഓരോന്നെടുത്ത് കയ്യിൽ കൊടുക്കുക, മറ്റാൾ കൊണ്ടുപോയിട്ട് അവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതേ നോമ്പ് തുറക്കാൻ ടൈമായി. നമ്മൾ വെള്ളവും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു കാത്തിരിപ്പാല്ലേ. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ഇത്രയും നേരം നമ്മൾ പണിയെടുത്ത പോലെ ആവില്ല. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഇരിപ്പ്, അതൊരു ഭയങ്കര ഒരു ഇരിപ്പ് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ അതെ നമ്മുടെ ഷെയ്ക്ക് വെച്ചു. കുറച്ചൊരു ഗ്ലാസ്സിൽ പച്ചവെള്ളം വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴം ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും. അപ്പം അങ്ങനെ അതെ അപ്പം അച്ഛന് ചെറുതായിട്ടൊരു ഫോട്ടോ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കൈയൊക്കെ വെച്ച് മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല, നിനക്ക് ഇത്രയും ചാടയാന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെടുക്കൽ ഞാൻ നിർത്തിയിട്ടാണ്. അപ്പം അങ്ങനെ ബാങ്ക് കൊടുത്തു. നമ്മൾ അറ്റാക്കൊക്കെ തുടങ്ങി. ഇപ്രാവശ്യത്തെ റമളാന് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൊരിച്ച ഐറ്റംസുകൾ അങ്ങനെ ഒരു ദിവസം തന്നെ 1ഉം 2ഉം അങ്ങനെ ആക്കുന്നില്ല. ഉള്ളത് നമ്മളെ ആളെ എണ്ണീട്ടുള്ള ഒരു കണക്കിന് എന്നൊക്കെ ആട്ടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാം കൂടായിട്ട് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ ഹെവി ആയിട്ട് ഈ എണ്ണ പലഹാരം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതേ കുറേ നേരം നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കറിയൊക്കെ എന്തായി, പിന്നെ അതുപോലെ ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് കയറി കിച്ചണിൽ കേട്ടോ. അപ്പം
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ പൊരിച്ചത് ഇപ്പോഴാണ് നമ്മുടെ ആമി കാണുന്നത്. അപ്പോൾ ആൾ അതൊന്ന് എടുത്തിട്ട് 2-3 എണ്ണൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആമിക്കുട്ടി പോയി കിടന്നുറങ്ങി. ആള് ഫുഡ് കഴിക്കാനുണ്ടായില്ല. പിന്നെ നമ്മുടെ ചോറിൽ ഒരു ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമി ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കേട്ടാ. അവളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര നേരം പോക്കാം. അപ്പോൾ ആള് നല്ല ഉറക്കായി. അപ്പം ഞാനും അച്യുതേ ഇരുന്ന് കിച്ചണിൽ തന്നെ ഇരുന്നു, ടേബിളിൻ്റെ അവിടേക്കൊന്നും പോയില്ല. അപ്പം അങ്ങനെ കുറച്ച് ചോറും ചിക്കൻ കറിയും പിന്നെ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്, തൈര്, അച്ചാറ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളുടെ ഫുഡ് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അധികം നേരെ ഇരിക്കലൊന്നുമില്ല. പിന്നെ ഈ അച്ചുവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പം ഈ കഴിക്കുന്നത് തന്നെ ഉള്ളു, പിന്നെ അത്താഴത്തിനൊന്നുമില്ല. നമ്മൾ ആ ഒരു 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അവർ ഇത്തിരി വെള്ളം കുടിക്കാന്നല്ലാണ്ട് വേറെ ഒരു വസ്തു കഴിക്കാത്ത അവസ്ഥ. 100 വിളി വിളിച്ച് കഴിഞ്ഞാലും എണീക്കില്ല. എന്നിട്ട് പിറ്റേ ദിവസം ചോദിക്കും എന്തെന്നെ വിളിച്ചില്ല എന്നുള്ളത്. അപ്പൊ വെള്ളം ഇങ്ങനെയൊക്കെയോ ആ ഒരു ഉണർവിൽ എടുത്തൊരിത്തിരി കുടിച്ചു, അത്ര മാത്രം. അപ്പൊ അതുപോലെ പവൻ എണീക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കില്ല. ഞാനും അതേപോലെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇങ്ങനെ നോമ്പ് നോക്കുന്ന ടീമാട്ടോ. അപ്പൊ ഈ ഒരു കഴിക്കുന്നതാണ് നമ്മുടെ ആ ഒരു വൈകുന്നേരം വരെ എത്തിക്കാനുള്ള നമ്മുടെ ആ ഒരു എനർജി എന്നൊക്കെ പറയില്ല അത്. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ആ ഇരുന്നിടത്തുനിന്ന് ആൾ എണീറ്റിട്ട് എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതായി. അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ. എൻ്റെ കാലിപ്പോൾ ഒരാഴ്ചക്ക് മേലെ കഴിഞ്ഞിട്ടുണ്ടാവും ചെറിയൊരു പണി കിട്ടിയിട്ട്. അപ്പം ആ ഒരു കാലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു കൂട്ടുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കാലിൻ്റെ ആ ഒരു അവസ്ഥ ആയിരുന്നത്. ഒരാഴ്ചത്തോളം ഞാൻ ബാൻഡേജ് ഇട്ടു. ബാൻഡേജ് ഇട്ടപ്പോഴേക്കും കാല് എന്താ പറയുക, നമ്മൾ പ്രഷർ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവമല്ലേ, അതുപോലെയാണ് കാല് അത്രയ്ക്ക് നീര് വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഇട്ടതിന് ശേഷം എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനായി. ആ ബാൻഡേജ് ചുറ്റിയതിൻ്റെതും ബാൻഡേജിൻ്റെ എന്തോ അലർജിയൊക്കെ ആയിട്ട് ചൊറിച്ചിലും ഈ ഒരു സൈഡ് പൊട്ടലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.